നമസ്കാരം, ഞാൻ രശ്മി. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ പായസം ഉണ്ടാക്കാൻ പോവാട്ടോ. ഒരു സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സേമിയ പായസം സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നല്ലേ? സേമിയ പായസം എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സേമിയ ഫ്രൂട്ട് പായസമാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതുപോലെ സേമിയ ഫ്രൂട്ട് പായസം? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം കേട്ടോ. ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ എന്ത് പായസം ഉണ്ടാക്കാൻ പോകുന്നത്? താഴെ കമന്റ് ചെയ്യണം കേട്ടോ, ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടി. ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഓണം സ്പെഷ്യൽ പായസം ഉണ്ടാക്കി കാണിക്കണേന്ന് പറഞ്ഞിട്ട്. എന്താണെന്നറിയോ, പാല് ഒടിച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. തേങ്ങാപ്പാല് എടുക്കാൻ സമയമില്ല, എടുക്കാനും മടിയാണ്. കംപ്ലീറ്റ് പാല് കൊണ്ട് ഉണ്ടാക്കണം, എളുപ്പമായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി പായസമാണ് ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം ഓണം നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? വീട്ടിൽ തന്നെയാണോ അതോ വേറെ എവിടെയെങ്കിലും പോയിട്ട് ആഘോഷിക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ പക്ഷെ വലിയ രീതിയിലൊന്നും ആഘോഷിക്കുന്നൊന്നുമില്ല കേട്ടോ. ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി ചെറിയ രീതിയിൽ ഒരു സന്തോഷം അല്ലേ, നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സമയങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. കാരണം നാളെ എന്നൊന്നും ഉണ്ടോയെന്നുള്ളത് നമുക്കറിയില്ല. ഇതുപോലെ സന്തോഷിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ചെറിയ രീതിയിൽ ആഘോഷിച്ച് സന്തോഷിക്കാം. ഈ ഓണം എന്ന് പറയുന്നത് തന്നെ ഒരു കൂടിച്ചേരലാണല്ലോ അല്ലെ, എല്ലാവരും കൂടെ ഒത്തുചേർന്ന് അതെ. അപ്പൊ നമ്മുടെ ഓണം സ്പെഷ്യൽ സേമിയ ഫ്രൂട്ട് പായസത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സേമിയ എടുത്തു വെച്ചിട്ടുണ്ട്, പാലും നെയ്യും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആവശ്യമുള്ളത് മാത്രം എടുത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാം. ഉരുളെടുത്തോ മോളെ, അടുക്കളയിലേക്ക്. അപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായിട്ട് വരട്ടെ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. നമ്മളിപ്പോൾ എടുക്കുന്നത് മുരളിയുടെ നെയ്യാണ്. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. ശരിക്കും നല്ല മണമുള്ള നെയ്യാണ് കേട്ടോ. ഈ ഒരു മണം അടിക്കുന്ന സമയത്ത് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, കുഞ്ഞായിരിക്കുമ്പം പഠിക്കാനായിട്ടൊക്കെ രാവിലെ എണീക്കില്ലേ, ആ സമയത്ത് അമ്മ കട്ടൻ കാപ്പിക്കകത്ത് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് കൊണ്ടുതരുമായിരുന്നു. അതിൻ്റെ ഒരു മണം ഒരു പ്രത്യേക മണമല്ലേ. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ ഇതുപോലെ കട്ടൻ കാപ്പിയിൽ നെയ്യ് ഇട്ടിട്ട്? അതിൻ്റെ രുചി ഇപ്പോഴും നാവിലുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടിയൊക്കെ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതങ്ങ് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് അത്ര തന്നെ ഒരു പിടിയോളം തന്നെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിയൊക്കെ എടുക്കുന്ന സമയത്ത് കഴുകിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അതും നമുക്കങ്ങ് കോരി മാറ്റാം. ഇനി നമ്മൾ എടുക്കുന്ന സേമിയാണ് വറുക്കാത്ത സേമിയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മളെപ്പോഴും പായസം വെക്കുമ്പോൾ വറുക്കാത്ത സേമിയ എടുക്കുകയാണ് നല്ലത്. ഇതൊരു 1/2 കപ്പും 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ. 1/4 കപ്പ് നിറച്ചുമില്ല, കുറച്ച് താഴെയാണ്. അത് നമുക്ക് ഈ നെയ്യിലേക്കിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ സേമിയയുടെ റോസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ വറുത്തിട്ട് ഉണ്ടാക്കുന്ന സേമിയയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇളക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ചിലത് കൂടുതൽ മൂത്ത് പോവും, ചിലത് മൂപ്പെത്താതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോകണ്ട, ഇത് മതി. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. മുരളിയുടെ പാൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. മുരളിയുടെ പാൽ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ സാധാരണ പാലിനെ കഴിഞ്ഞും കൂടുതൽ തിക്നെസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത്. ഇനി അത് അവിടെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ സേമിയ അങ്ങ് കട്ട പിടിച്ചിട്ടുണ്ടാവും. കുഴപ്പമൊന്നുമില്ല, തിളയ്ക്കുമ്പോൾ അങ്ങ് എല്ലാം വിട്ട് വന്നോളൂ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്ന സമയത്ത് അടച്ചു വെക്കില്ലല്ലോ, പക്ഷെ ഞാൻ എപ്പോഴും സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് അടക്കില്ല, അപ്പോൾ പാലൊക്കെ തിളച്ച് ചാടിപ്പോകും. അടച്ചു വെച്ചാൽ സേമിയ പെട്ടെന്ന് വെന്തും കിട്ടും, നല്ല സോഫ്റ്റും ആയിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇപ്പോൾ വെന്ത് വരുന്നുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള നല്ല തിക്കായിട്ടുള്ള പാലായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇല്ലാതെ തന്നെ നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സേമിയയുടെ വേവിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒരുപാട് തിക്കാവുന്നതിന് മുമ്പ് തന്നെ ഓഫാക്കണം. കാരണം ഇരുന്ന് തണുത്ത് കഴിയുമ്പം ഒന്നുകൂടെ തിക്കായിട്ട് വരും. അറിയാമല്ലോ, സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് കുടിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് അത് നല്ല കട്ടിയായിട്ടുണ്ടാവും. പിന്നെ പാലൊക്കെ തിളപ്പിച്ചൊഴിച്ച് ഇങ്ങനത്തെയൊക്കെ പരിപാടി ചെയ്യും. പക്ഷെ അങ്ങനെ പാല് അഡീഷണൽ ആയിട്ട് ഒഴിക്കുമ്പം ആ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല പായസത്തിന്. അപ്പോൾ കഴിയുന്നതും അതുപോലെ അഡീഷണൽ പാൽ ഒഴിക്കാത്ത തരത്തിൽ പാകത്തിന് കൺസിസ്റ്റൻസി ആക്കി ഓഫാക്കി വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് പഞ്ചസാര ചേർത്താൽ മതി. നേരത്തെ ചേർത്തിട്ടുണ്ടെങ്കിൽ സേമിയ വേവാനായിട്ട് കൂടുതൽ സമയമെടുക്കും. സേമിയയിലേക്കൊക്കെ മധുരമൊക്കെ പെട്ടെന്ന് പിടിക്കും കേട്ടോ. അതുകൊണ്ട് മധുരം പിടിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് തിളച്ചാൽ മതി. ഇത് മതി. ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണേ. പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഉപ്പ് ചേർക്കുന്നത് പാലില്ലെന്ന്. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ മധുരം ഒന്ന് ബാലൻസ് ആവും. അപ്പോഴാണ് ആ പായസത്തിന്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക.
അത് അവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് റെഡിയാക്കാം. അത് നമുക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 1/4 കപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മുടെ മുരല്യ നെയ്യ് ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കഷ്ണങ്ങളിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അവിടെ കുറച്ച് വെച്ച് കൊടുത്തിരുന്നാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അതൊന്ന് വാടി വരട്ടെ. ഇനി നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ്. പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ചെത്തി അതിൻ്റെ കണ്ണൊക്കെ നുള്ളിക്കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 കപ്പൊക്കെ ഉണ്ട്. നമ്മുടെ പഴം ഇതാ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അതിട്ട് ഒന്ന് ഇളക്കി അവിടെ ഇരിക്കട്ടെ. കുറഞ്ഞ തീയിൽ ഒരു ആപ്പിൾ എടുക്കാം. തൊലിയൊക്കെ ചെത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അതൊരു 1/4 കപ്പുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കൊടുക്കാം. വളരെ കുറഞ്ഞ തീയിൽ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഫ്രൂട്ട്സ് എന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളത്തിലിരുന്ന് ഈ ഫ്രൂട്ട്സ് ഒന്ന് വെന്ത് വരണേ. ഈ 3 ഫ്രൂട്ട്സ് ആയാലും മതി. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം കേട്ടോ. ഓറഞ്ച് വേണമെങ്കിൽ ഓറഞ്ച് എടുക്കാം, മുന്തിരി വേണമെങ്കിൽ മുന്തിരി എടുക്കാം. ഏത് ഫ്രൂട്ട് ആയാലും ഒരുപാട് പുളിയില്ലാത്ത ഫ്രൂട്ട്സ് വേണം എടുക്കാനായിട്ട്. ഞാൻ ഒരു ചെറിയ കിവി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. കിവി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കിവി ഒന്നും എല്ലായിടത്തും ഒന്നും കിട്ടില്ലല്ലോ. ഇപ്പം തന്നെ ലുലുമോൾ പോയ സമയത്ത് വാങ്ങിച്ചത്. ഇവിടെ അടുത്തൊന്നും കിട്ടില്ല കിവി. ഇതൊരു 1/4 കപ്പൊക്കെ ഉണ്ട്. അത് മതി. കിവിക്ക് മധുരമില്ല. അപ്പം മധുരം നോക്കി മധുരം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണേ. കാരണം ഈ ഫ്രൂട്ട്സിന് പാകത്തിനുള്ള മധുരം ഉണ്ടായിരിക്കണം. നമ്മൾ വായിൽ വെച്ച് നോക്കി മധുരം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില ഫ്രൂട്ട്സിന് മധുരം കൂടുതലായിരിക്കും, കുറവൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. കിവി പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്മെല്ല്. പഞ്ചസാരയിലല്ലേ ഇങ്ങനെ വിളയിച്ചെടുക്കുന്നത്. ഇത് മതി. ഇത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇത് ഒന്ന് തണുത്ത് വരട്ടെ. ഇത് പെട്ടെന്ന് തണുക്കും. ഫാൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിരുന്നാൽ മതി. പെട്ടെന്ന് തണുത്ത് കിട്ടും. ഞാൻ അവസാനം കാണാൻ ഒരു ഭംഗിക്ക് മാത്രം കുറച്ച് പോമഗ്രാനേറ്റ് ഇടുന്നുണ്ട്. ഒരു റെഡ് കളർ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. അത് പോമഗ്രാനേറ്റ് കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ചുവപ്പ് കളറൊക്കെ ആയി പോകും. പോമഗ്രാനേറ്റ് ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പോമഗ്രാനേറ്റിന് ഒരു കുരു ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ആയാൽ കുരു ഇങ്ങനെ കടിക്കാനുണ്ടാവും പായസത്തിന്. അത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് മതി. ഇപ്പോൾ നമ്മുടെ സേമിയ പായസം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. രണ്ടിൽ ഇളക്കുന്ന സമയത്ത് ഒരു പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസി തന്നെയാണ്. കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. എന്നാൽ ഒത്തിരി അങ്ങോട്ട് തിക്കായി പോയിട്ടുമില്ല. ഇത് മതി. ഇൻ കേസ് ഇനി തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് പാല് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കാവും. അപ്പോഴും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം വരില്ല. ഇതിലേക്ക് നമുക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് വിളയിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആദ്യം വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാവുള്ളേ. നമ്മളിതിൽ പൈനാപ്പിളും കിവിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. പുളിയുള്ള ഫ്രൂട്ട്സ് അല്ലേ. അപ്പോൾ അതോട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചൂടോടെ ചേർത്താൽ. അപ്പോൾ ഇതാ നമ്മുടെ മുരളിയ നെയ്യിൽ മുരളിയ പാല് കൊണ്ടുണ്ടാക്കിയ സേമിയ ഫ്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണേ പായസം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വിളയിച്ചത് മാറ്റി വെച്ചിരുന്നു. അതും കാഷ്യൂനട്ടും കൂടെ ഇട്ടിട്ടുണ്ട്. പ്രാവശ്യത്തെ ഓണം ഒരു സ്പെഷ്യൽ ഓണം ആയിക്കോട്ടെ. സ്പെഷ്യൽ സേമിയ ഫ്രൂട്ട് പായസം വെച്ച് പായസം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള പായസമാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. നല്ല ക്രീമി അല്ലേ. അപ്പൊ നല്ല തിക്കായിട്ടുള്ള പാലാണ്. അത് മുരളിയുടെ പാല്. നല്ല ഫാറ്റ് കണ്ടന്റ് കൂടുതലുണ്ട്. 4.5% ഫാറ്റ് ഉണ്ട്. നല്ല ക്രീമി ആയിട്ട് നമ്മൾക്കത് ഒഴിക്കുമ്പോൾ സമയത്ത് തന്നെ മനസ്സിലാവുന്നില്ല. നല്ല തിക്കായിട്ട്. നമ്മൾ ചായ ഒക്കെ എടുക്കുമ്പോൾ നല്ല അടിപൊളി ചായ അല്ലേ. എന്നുണ്ട് അടിപൊളിയാ. കഴിക്കട്ടെ. വെച്ചരാ. അടിപൊളിയല്ലേ. അടിപൊളി പായസം കേട്ടോ. നമ്മളെപ്പോഴും ഒരേപോലെയല്ലേ സേമിയ പായസം ഉണ്ടാക്കുക. അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി പായസമല്ലേ. നമ്മളിത് ഇലയിലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ അടിപൊളി. പോമഗ്രാനേറ്റ് നമ്മൾ അധികം ഒന്നും ചേർക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ അതിന്റെ കുരു കടിക്കാൻ. എന്നാലും ഇതിൽ പെട്ടിട്ട് നമ്മൾ അറിയുന്നൊന്നുമില്ല. വളരെ കുറച്ചല്ലേ ഇട്ടുള്ളൂ. കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇലയിൽ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ അവിടെ ഇവിടെ മണിമണിയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്ത് പായസമാണ്, സേമിയ പായസമാണെന്ന് വിചാരിച്ച് കുടിക്കാൻ വന്നിട്ട് വെറൈറ്റി പായസം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. വീണ്ടും കുടിക്കാൻ തോന്നും. അപ്പൊ തൽക്കാലം ഇവിടെ വെക്കട്ടെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഓണം സ്പെഷ്യൽ സേമിയ
ഫ്രൂട്ട് പായസം. അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കല്ല കേട്ടോ. നിങ്ങളിങ്ങനെ ഒരുപാട് കമൻസ് ഒക്കെ അയക്കുമ്പോൾ ഞാൻ ഇതിന് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. ചിക്കു കാണാറുണ്ട് ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് രാത്രിയൊക്കെ ഇരുന്ന് ആദ്യമൊക്കെ ചിലപ്പോൾ ലൈക്കൊക്കെ അടിച്ച് വിടും. പക്ഷെ കമൻസിന് റിപ്ലൈ കൊടുക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്നില്ല. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഓടി വന്ന് റിപ്ലൈ ഒക്കെ അങ്ങനെ കമന്റിന് റിപ്ലൈ കൊടുത്ത് കൈവേദനയും കഴുത്തുവേദനയും ഒക്കെ വരുന്നുണ്ട്. എന്നാലും സാരമില്ല, നമ്മൾ അത്രയും അധികം സ്നേഹിച്ച് നമുക്ക് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഇനിയും അറിയിക്കണം, കമൻറ്റുകളൊക്കെ ഇടണം. എല്ലാവരും ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.